എൻ്റെ പടവലത്തിലുണ്ടായ ആദ്യത്തെ പടവലങ്ങ മൂത്തുപോയോന്നറിയില്ല. ഞാൻ എടുക്കാൻ പോവാണ്. ഇനിയും മുകളോട്ടൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും മൂത്തിട്ടില്ല. എന്താണെങ്കിൽ ഇത് എടുക്കാൻ പോവാം. മൂത്തെന്നാണ് തോന്നുന്നത്. മൂത്തിട്ടൊന്നുമില്ല, കറക്റ്റ് പാകമാണ്. ഇതുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു സബ്ജി ഉണ്ടാക്കണ്ടേ, സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴും പടവലങ്ങ തോരൻ കഴിച്ച് ബോറടിച്ചു. ഇന്നൊരു ഡിഫറെൻറ്റ് ഡിഷ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അതിനായിട്ട് ഒരു സവാള, ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു ഗ്രീൻ വഴുതനങ്ങ, പിന്നെ 2 പച്ചമുളക്, പിന്നെ നമ്മുടെ എടുത്ത പടവലങ്ങ. ഇത്രയും വെച്ചാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. നമുക്ക് തുടങ്ങാം. നമുക്ക് വൃത്തിയായിട്ട് കഴുകിയാണ് ഇതിൻ്റെ തൊലി ഒന്ന് ചിരണ്ടി എടുക്കണം. ഇതിൻ്റെ തൊലി നന്നായിട്ട് ചിരണ്ടി എടുത്ത ശേഷം ഇതിങ്ങനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത ശേഷം ഓരോ പീസും ഇങ്ങനെ വീണ്ടും കട്ട് ചെയ്ത ശേഷം ഇതിനകത്തെ ഈ സീഡ്സ് എടുത്ത് കളയുക. ഇത് ഇങ്ങനെ വരും. എന്നിട്ടിത് നീളത്തിൽ കട്ട് ചെയ്യുക. ഇതുപോലെ നമ്മൾക്കെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇത് വഴുതനങ്ങയാണ്. പച്ച കളറുള്ള വഴുതനങ്ങ ഞാൻ പറഞ്ഞല്ലോ. പർപ്പിൾ കളറ്, വയലറ്റ് കളർ ഉള്ളതിനേക്കാൾ നല്ലത് പച്ചയാണ്. അതും പടവലങ്ങ കട്ട് ചെയ്തതിൻ്റെ കൂട്ട് തന്നെ കട്ട് ചെയ്യണം. നീളത്തിൽ ഓരോ പീസായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അത് വീണ്ടും നടുക്കുന്ന് കട്ട് ചെയ്യണം. ഇത് ചെറിയ വഴുതനങ്ങ ആയതുകൊണ്ട് അതിൻ്റെ സീഡ്സ് ഒന്നും എടുത്ത് കളയുന്നില്ല. നല്ലതാണ്, അധികം മൂത്തിട്ടില്ല. എന്നിട്ട് അതുപോലെ കട്ട് ചെയ്യണം. അതിനുശേഷം പച്ചമുളക് 2ആയിട്ട് കീറിയിടണം. അപ്പം വഴുതനങ്ങയും പച്ചമുളകും എല്ലാം കട്ട് ചെയ്ത ശേഷം നമുക്കിനി അടുത്തത് സവാളയും തൊലി കളഞ്ഞിട്ട് നല്ലതുപോലെ വൃത്തിയായിട്ട് കഴുകി അതും തന്നെ നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പം എല്ലാം കട്ട് ചെയ്യേണ്ടത് നീളത്തിലാണ്. അതുകൊണ്ട് അതിനകത്താണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത്. സവാളയും തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് നീളത്തിൽ തന്നെ കട്ട് ചെയ്താണ്. അപ്പം നമ്മൾക്ക് ഇതെല്ലാം കൂടെ റെഡിയാക്കി വെച്ച ശേഷം നമ്മൾക്ക് ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ചു. അത് ചൂടായി കഴിയുമ്പം ഞാൻ ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. ഈ ഡിഷിന് നല്ലത് കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ കുറച്ച് കോക്കനട്ട് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു. കോക്കനട്ട് ഓയിൽ ഇല്ല എന്നോർത്ത് കുക്ക് ചെയ്യാതിരിക്കേണ്ട, കയ്യിലുള്ള ഓയിൽ ഒഴിച്ച് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം സവാള, നീളത്തിൽ കട്ട് ചെയ്ത സവാള അങ്ങോട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി. ഞാൻ കടുകൊന്നും വറുത്തില്ല. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ആദ്യം കടുക് വറക്കാം, വെച്ചാൽ സീസണിങ് ചെയ്യാം. ഞാനതങ്ങ് അവോയ്ഡ് ചെയ്തു. എന്നിട്ട് സവാള കുറച്ച് വഴറ്റിയ ശേഷം നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പില ഉണ്ടെങ്കിൽ അത് കുറച്ച് ക്ലീൻ ചെയ്ത ശേഷം അതിനകത്തോട്ടിടാം. എന്നിട്ട് രണ്ടും കൂടെ കുറച്ച് നേരം നമ്മൾക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിൻ്റെ ഒരു കളർ ഏകദേശം ഒന്ന് മാറി വരും. ചെറിയ ഒരു ലൈറ്റ് ബ്രൗൺ പോലെ ആകും, വലുതായിട്ടില്ല. എന്നിട്ട് ആ സമയം കൊണ്ട് നമ്മൾക്ക് വെളുത്തുള്ളി എല്ലാത്തിനും നല്ലതാണല്ലോ. കുറച്ചൊരു 4-5 വെളുത്തുള്ളിയുടെ കഷ്ണം ചതച്ച് അതും അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിടാം. എന്നിട്ട് ഇതാണ്ട് ഏകദേശം ഈ പരുവാകുമ്പം നമ്മൾക്ക് ആദ്യമായിട്ട് ഇടേണ്ടത് നമ്മുടെ പടവലങ്ങയാണ്. പടവലങ്ങയ്ക്ക് ഇതാണ് സ്നേക്ക് ഗോഡ് എന്നല്ലേ പറയുന്നത്, അല്ലേ? ആ പടവലങ്ങ അങ്ങോട്ടിട്ടു. അതും കുറച്ച് നേരം ഈ രീതിയിലാണ് കട്ട് ചെയ്തതെന്ന് ഞാൻ നേരത്തെ കാണിച്ചല്ലോ. ഈ രീതിയിലാണ് എല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആ രീതി അതും ഇട്ടു. അതും കുറച്ച് നേരം, അധികം കുറച്ച് കട്ടി കുറഞ്ഞ് വേണം അരിയാൻ. അതും കുറച്ച് നേരം ഇട്ട് വഴറ്റിയ ശേഷം അതിനേക്കാൾ വേവ് കുറവാണല്ലോ നമ്മുടെ വഴുതനങ്ങ. അപ്പോൾ ഇത് കുറച്ച് നേരം വഴന്ന ശേഷം മതി വഴുതനങ്ങ ഇടുന്നത്. വഴുതനങ്ങ അധികം മൂത്തിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ സീഡൊന്നും കളയാതാണ് കട്ട് ചെയ്തെന്ന് പറഞ്ഞത്. അപ്പോൾ എന്നിട്ട് ഇതെല്ലാം കൂടെ ഇട്ട് വഴറ്റുക. അപ്പം നിങ്ങളോട് ഞാൻ ആദ്യം ഉരുളക്കിഴങ്ങ് കാണിച്ചിരുന്നു, പൊട്ടറ്റോ. പക്ഷെ ഞാൻ പൊട്ടറ്റോ അവോയ്ഡ് ചെയ്ത്, ഇത് ഗ്രീൻ ചില്ലിയാണ്.
പൊട്ടറ്റോ അവോയ്ഡ് ചെയ്യാൻ കാരണം ഷുഗറൊക്കെ ഉള്ളവർക്ക് പൊട്ടറ്റോ നല്ലതല്ലല്ലോ. അപ്പം നിങ്ങൾ കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, പടവലങ്ങയുടെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങ് ഇടണം. അല്ലെങ്കിൽ പടവലങ്ങയ്ക്ക് മുമ്പ് തന്നെ ഇട്ടാലും കുഴപ്പമില്ല. അപ്പം എന്നിട്ട് ഇപ്പം ഇതെല്ലാം കൂടെ വഴന്ന ശേഷം വേണം ആവശ്യത്തിന് ഉപ്പിടാൻ. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അവനവൻ്റെ ഇഷ്ടം അനുസരിച്ചും എടുക്കുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണല്ലോ നമ്മൾ ഉപ്പിടുന്നത്. ഞാൻ അതിനകത്ത് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ഇട്ട് ഇതിൻ്റെ കളറ് കളയുന്നില്ല. ഒരു ഗ്രീനായിട്ടുള്ള ഒരു വെജിറ്റബിളാണ് നമ്മൾക്ക് വേണ്ടത്. അതുകൊണ്ട് സോൾട്ട് മാത്രമേ ഇടുന്നുള്ളൂ. വലിയ നിർബന്ധമാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ഗരം മസാല ഇടും. ഞാൻ ഗരം മസാല ഒന്നും ഇട്ടിട്ടില്ല, സോൾട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്തുള്ളത് പറഞ്ഞല്ലോ വെളുത്തുള്ളിയും ഉപ്പുമാണ്. വെളുത്തുള്ളി, ഉപ്പ്, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടിയാണ്. അപ്പോൾ എന്താണ്, ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയ ശേഷം വീണ്ടും അടച്ചു വെച്ച് അങ്ങനെ കുറേ പ്രാവശ്യം വേവിക്കണം. ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് നോക്കണം വെന്തിട്ടുണ്ടോ. ഇതൊക്കെ ആവുമ്പം പിന്നെ നമ്മൾക്ക് കണ്ടാലറിയാം വെന്തിട്ടുണ്ടോ ഇല്ലയോ. ഇങ്ങനെ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. തുറന്നെടുത്ത് ഒന്ന് ഇളക്കിയ ശേഷം വീണ്ടും അടിച്ചു വെക്കണം. അങ്ങനെ കുറച്ച് നേരം, ഉരുളക്കിഴങ്ങ് ഇല്ലാത്ത കാരണം ഇത് പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ ഇങ്ങനെ കുറേ നേരം തുറന്നിളക്കി അടച്ചു വെച്ച ശേഷം നമ്മൾ ഏകദേശം കുക്കായിട്ടുണ്ട് എന്ന് തോന്നുന്നു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതേ നല്ല പോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തുറന്ന് ഇനി നമ്മൾക്ക് അടച്ചു വെക്കേണ്ട കാര്യമില്ല. നല്ല പോലെ ഒന്ന് ഇളക്കി ഇത് കുക്ക് ചെയ്യേണ്ടത് ഹൈ ഫ്ലെയിമിലായിരിക്കരുത്, ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ആയിരിക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്കിനി ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. സ്റ്റൗ ഓഫ് ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഇടണം എങ്ങനെയിരുന്നു എന്ന്. അപ്പം ഞാൻ ഇതിപ്പം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റുവാണ്. ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാം, കുറച്ച് പേരുള്ളെങ്കിൽ കുറച്ച്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് വൺ അനദർ ഡിഷ്. മറക്കല്ലേ.